മികച്ച NABL അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു. കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും. MHL സ്മാർട്ട് ലാബ്സ്. വികസന നേട്ടത്താൽ ഇടതുപക്ഷ സർക്കാർ മൂന്നാം തവണയും ഭരണത്തിലെത്തുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDFന്റെ നേതൃത്വത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന മധ്യമേഖലാ ജാഥയ്ക്ക് കയ്പമംഗലം മണ്ഡലത്തിലെ മതിലകം സെന്ററിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാങ്ങിക്കോരി നിങ്ങൾക്കായി മാറ്റിയിരിക്കുന്നത് കാത്തിരിക്കുമ്പോഴും കൈയടിക്കുമ്പോഴും മാലയിടുമ്പോഴും കെട്ടിപ്പിടിക്കുമ്പോഴും എല്ലാം ആ സ്നേഹം നിങ്ങൾ അറിയുന്നുണ്ട്. LDF നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ജനങ്ങളെക്കാളും വലിയവരായിട്ട് ആരുമില്ല. LDF അതാ ഇടതുപക്ഷം. വലതുപക്ഷത്തിൻ്റെ വികസന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കറിയാം, ആ വാക്ക് അവരും പറയാറുണ്ട്, വികസനം എന്ന വാക്ക്. പക്ഷെ ആ വാക്ക് മാത്രം പറഞ്ഞാൽ പോരാ. വികസനം എന്ന വാക്ക് പറയുമ്പോൾ ലോകത്തെല്ലാം ആ ചോദ്യമുണ്ടായിരുന്നു, എന്താണ് വികസനം, ആർക്ക് വേണ്ടിയാണ് വികസനം? ആ ചോദ്യം ചോദിച്ചപ്പോഴാണ്, ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ലോകത്തെവിടെയും ഇടതുപക്ഷവും വലതുപക്ഷവും വഴിമാറി പിരിയുന്നത്. ഇവിടെയും അതങ്ങനെ തന്നെയാണ്. വികസനം ആർക്ക് വേണ്ടിയാണ്? LDF എന്നും പറയുന്നു വികസനം ജനങ്ങൾക്ക് വേണ്ടിയാണ്. എന്താണ് വികസനം എന്ന് ചോദിച്ചാൽ LDF പറയും, ഇന്നലെ ജീവിച്ചതിനേക്കാളും നല്ലവണ്ണം ജീവിക്കാനാകണം നാളെ. സമൂഹത്തിന്റെ വിവിധ മേഖലകൾക്ക് പ്രയോജനം ലഭിക്കുന്ന രീതിയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ തന്നെ മൂന്നാം തവണയും ഭരണത്തിലേറുമെന്ന് അദ്ദേഹം പറഞ്ഞു. E.T. ടൈസൺ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്വീകരണ യോഗത്തിൽ ജാഥ മാനേജർ M. സ്വരാജ്, ജാഥ അംഗങ്ങളായ CS സുജാത, PK രാജൻ, A. ഷാജു എന്നിവർ സംസാരിച്ചു. 2025 2,30,00,000 എന്തിനാണ് ഈ ആളുകളെല്ലാം ഇങ്ങോട്ട് വന്നത്? മൂന്നാറും തേക്കടിയും കുമരകവും കോവളവും കാണാൻ മാത്രമല്ല, ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ, വികസിത മുതലാളിത്ത രാജ്യങ്ങൾ കേരളത്തെ അവിശ്വസനീയമായ അസൂയയോടെയാണ് നോക്കുന്നത്. എങ്ങനെ ഇങ്ങനെ ഒരു നാട് ഇന്ത്യയിലുണ്ടായി? അതിദാരിദ്ര്യം തുടച്ചു നീക്കിയ ഒരു നാട്, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോട് പോലും മത്സരിക്കാൻ കഴിയുന്ന പ്രതീക്ഷിതായുസുള്ള ഒരു നാട്, ശിശുമരണ നിരക്കിൽ അമേരിക്കൻ ഐക്യനാടുകളെ കീഴടക്കിയ ഒരു നാട്. എങ്ങനെയാണ് ഈ അത്ഭുതം യാഥാർത്ഥ്യമായത്? അതും ഇന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനം. ഇന്ത്യ ഇന്നും ഒരു ദരിദ്ര മൂന്നാം ലോക രാജ്യമായി, പട്ടിണിയുടെ റിപ്പബ്ലിക്കായി അറിയപ്പെടുന്ന ഇന്ത്യ. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആഗോള വിശപ്പ് സൂചിക എല്ലാ വർഷവും ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ ഗുരുതരമായ പട്ടിണി നിലനിൽക്കുന്ന രാജ്യം. LDF നേതാക്കളായ KP രാജേന്ദ്രൻ, KV അബ്ദുൽ ഖാദർ, KK വത്സരാജ്, KG ശിവാനന്ദൻ, PK ചന്ദ്രശേഖരൻ, മുഹമ്മദ് ചാമക്കാല, അരുൺ മേനോൻ, KB ഹൈദ്രോസ്, TP രഘുനാഥ്, KV രാജേഷ്, KM മുസ്താഖ് അലി, KS ജയ തുടങ്ങിയവർ സംബന്ധിച്ചു. ഞാനിങ്ങനെ പറയുമ്പോൾ നല്ലൊരു പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. സതീഷ്, CPI ചന്ദ്രാപ്പള്ളി LCക്ക് വേണ്ടി ഷീന വിശ്വൻ, TV സുരേഷ്, CPI കൈപ്പമംഗലം LCക്ക് വേണ്ടി TV സുരേഷ്, CPIM എസ്എംപുരം LC MS മോഹനൻ, CPIM തിരുവമ്പലൂർ LC MV സജീവൻ, CPIM എടവിലൻ LC VH സ്മാർട്ട്, CPIM എറിയാട് LC MK സിദ്ദീഖ്. സാരി സെലക്ഷൻ കഴിഞ്ഞില്ലേ? എത്ര നേരായി? കല്യാണമൊക്കെ അല്ലേ അച്ഛാ, അപ്പോ ഏറ്റവും ബെസ്റ്റ് തന്നെ ആവണ്ടേ? ഇവരെയും കൊണ്ട് കല്യാണ സാരി വാങ്ങാൻ പോകുമ്പോ കാണാം നിങ്ങളുടെ പോക്കറ്റ് കാലിയാവുന്നത്. അത് ഉറപ്പല്ലേ? എന്നാലും ഏറ്റവും ബെസ്റ്റ് തന്നെ വേണം. ശരി ശരി അങ്കിൾ, പോക്കറ്റ് ഒന്നും കാലിയാവില്ല. ഏറ്റവും എലഗൻ ബെസ്റ്റ് സ്റ്റൈൽ ആൻഡ് ഡിസൈൻസും കിട്ടും. പക്ഷേ സ്വയംവര സിൽക്സിൽ തന്നെ പോണം, അതിന് ഞാൻ ഗ്യാരണ്ടി. സ്വയംവര സിൽക്സ്, മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്.